എന്താ രാജാ? പക്ഷേ അരവിന്ദിനെയും ചീഫ് എഞ്ചിനീയറിനെയും കല്യാണം മാറ്റിവെച്ചോ? എടോ രാജാ, കല്യാണം മാറ്റിവെച്ചോ നീട്ടിവെച്ചോ അതോ കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചോ എന്നൊന്നും എനിക്കറിയില്ല. കല്യാണത്തിന്റെ കമ്മിറ്റിക്കാരിവിടെ വേറെ ഉണ്ട്, അവരോട് ചോദിക്കും. രണ്ടും കൂടി നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്. കല്യാണം മാറ്റിയോ നീട്ടിയോ കുറുക്കിയോ ചോദ്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അന്നേ പറഞ്ഞതാ ഈ കല്യാണം നടക്കില്ല എന്ന്, കേട്ടില്ലേ? അനുഭവിച്ചോ? ശ്രേയാമയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കും. നടത്തിക്കോ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ആരും എന്നോട് ചോദിക്കാൻ വരായിരുന്നാ മതി. ബാലമ്മ വേണ്ട ബാലമ്മ. ഇതുപോലുള്ള രണ്ടെണ്ണം മതിയല്ലോ മനുഷ്യന്റെ വിശപ്പ് കെടുത്താൻ. അമ്മേ, ശ്രേയ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാമെന്നാ പറഞ്ഞേ. എടാ, നീ വിഷമിക്കണ്ടടാ. ശ്രേയ പറഞ്ഞതാ. കല്യാണം നീട്ടിന്ന് അയാൾ ആക്കിക്കൊണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പക്ഷേ? രമേശ് അളിയൻ പറഞ്ഞ കാര്യമാണ് മനസ്സ് ഓർമ്മ വന്നത്. മേഡത്തിന് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന്. എനിക്ക് സംശയമുണ്ടമ്മേ, എന്റെ കല്യാണം നടക്കുമെന്ന്. എടാ, നീ എന്തൊക്കെയായി പറയുന്നേ? കല്യാണം തീരുമാനിച്ചത് മുതൽ ഇന്നേ വരെ ശ്രേയ പറയുന്നത് പോലല്ലേ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അതില്ല. ആ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നേ? എടാ, മനസ്സിലൊന്നും കാണാതെ അവൾ ഒന്നും പറയില്ല, ഒന്നും ചെയ്യേയില്ല. അതൊക്കെ ആയിരിക്കും. മേഡത്തെ പോലല്ലോ എന്റെ മനസ്സ്. ഓരോ നിമിഷവും നെഞ്ചിരിപ്പ് കൂടി കൂടി വരിക. നീ കാട് കയറി ചിന്തിക്കണ്ട. നമുക്ക് വാക്ക് തന്നിരിക്കുന്നത് ശ്രേയ. അമ്മേ, എന്താടാ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മേഡത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കേ? ശരി, വിളിക്കാം. എടുക്കുന്നില്ല. എന്തായമ്മേ? അവള് ഫോൺ എടുക്കുന്നില്ല. അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നോക്ക്. മോളെ മോളെ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. മോളുടെ കോള് കാണാത്തോണ്ട് വിളിച്ചാണേ. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാ വിളിക്കാതിരുന്നേ. ആ അതെ. എന്താ ആന്റി? ഇവിടെ എനിക്കും അരവിന്ദനും പിന്നെ അയാൾക്കും വിളികൾ വന്നു തുടങ്ങി. കല്യാണം നീട്ടിവെച്ച കാര്യം ചോദിച്ചേ. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ.
അരവിന്ദ് ഞാനും വല്ലാത്ത ടെൻഷനില്ല. ഇവിടെയുള്ള ഒരു സന്തോഷത്തിലും. സന്തോഷിക്കട്ടെ ആന്റി. അതെത്ര മണിക്കൂർ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ദുരിതങ്ങളുടെ മുന്നോടിയായി ചെറിയ സന്തോഷം ഉണ്ടാവും. അതവരാഘോഷിക്കട്ടെ. ആഘോഷമാക്കുന്നുണ്ട് മോളെ. നാളെ കഴിഞ്ഞ് വിഷു അല്ലേ, ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവാ. അത് നല്ല കാര്യമല്ലേ? വിഷു ആഘോഷിക്കട്ടെ. പടക്കം പൊട്ടിച്ചും കൈനീട്ടം കൊടുത്തും അത് നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യമാണ്. പക്ഷേ എനിക്കും ഇവനും അത് കാണുമ്പോ ആന്റി, അവരുടെ ആഘോഷത്തിൽ കൂടെ നിന്ന് പങ്കെടുത്തില്ലെങ്കിലും വിഷു ആഘോഷിക്കണം. ആന്റിയും അരവിന്ദും. മോളെ അത് ഞാൻ പറയുന്നത് കേൾക്ക ആന്റി. കണ്ണനെ കണി കണ്ട് പ്രാർത്ഥിക്കും. എല്ലാം ഓക്കെ ആവും. ശരി ശരി മോളെ. എന്ത് പറഞ്ഞമേ? വിഷു ആഘോഷിക്കാൻ പോലും. വിഷു ആഘോഷിക്കാനോ? ആ അതെ, പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാൻ. ഇവിടെ എന്റെ മൂട്ടി തീ പിടിച്ചിരിക്കുവാ, അപ്പഴാ പടക്കം. ഛേ, ചക്കും കേട്. ഇതും കൊണ്ട് അകത്തോട്ട് പോയി. ശരി വെച്ചേട്ടാ. എന്താ ഗോപി, എല്ലാം കിട്ടിയോ? കിട്ടി മാഷേ. വിഷുവിനെ ഇവിടെയും നമ്മുടെ പണിക്കാരുടെ വീട്ടിലും പച്ചക്കറി ഒന്നും പുറത്തൊന്നും വാങ്ങണ്ടല്ലോ മാഷേ. കോന്നൻ കൊച്ചേട്ടന്റെ വിഷമില്ലാത്ത സ്വന്തം ജൈവകൃഷിയല്ലേ? ആ, ഗോവിന്ദന് ചെറുപ്പം മുതലേ കൃഷി എന്ന് പറഞ്ഞ ജീവനാ. അതെ മാഷേ, ഞാനിത് അടുക്കള വെച്ചാ പോരെ? മതി ഗോപി. ശരി. ആ ബാക്കി ഇരിക്കട്ടെ. ആ ആ ഇത്രയൊക്കെ എന്തിനാ ഗോവിന്ദൻ മാമേ? ഗോപിച്ചേട്ടൻ ഇപ്പതേ കൊറേ പച്ചക്കറി കൊണ്ടുപോയതേ ഉള്ളൂ. ഇത് പച്ചക്കറി മാത്രമല്ല മോളെ, പടക്കമാ പടക്കം. കമ്പിത്തിരി പൂത്തിരി മുതല് കുട്ടനാട് കുലുങ്ങുന്ന ഗുണ്ട് വരെ ഉണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിന് കത്തിക്കുന്ന വെറൈറ്റി ഐറ്റങ്ങളും. അനു, അനു. അതെ, ഇതൊക്കെ അനുവിനുള്ളതാ. അവക്ക് പണ്ടേ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാ. എന്താ കുഞ്ഞാട്ടാ? നോക്ക്. അനുവണ നോക്കിക്കേ. അതെ, ഗോവിന്ദൻ മാമൻ കൊണ്ടുവന്ന ഈ 2 ബോക്സുകളും നിനക്കുള്ളതാ. കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ ഉണ്ട്. താങ്ക്സ് അച്ഛാ. അതെ, മുഴുവൻ പൊട്ടിച്ചു തീർക്കണ്ട. ഞാൻ ജയിച്ച് മെമ്പർ ആകുമ്പോഴേ നിങ്ങൾക്കൊക്കെ സന്തോഷിക്കണ്ടേ? അതിന് കുറച്ച് മാറ്റി വെച്ചേക്കണം. നീ പറഞ്ഞ കാര്യം നടക്കുകയാണെങ്കിൽ പടക്കം വാങ്ങിക്കാനുള്ള മുഴുവൻ കാശ് ഞാൻ തരാം. ആ